നിത്യ, എടി രേവതി, ആ വിജയ് നീ പറഞ്ഞ പോലെ തന്നെ എന്നെ കാണാൻ വന്നിരുന്നു. ഇപ്പഴാ സംസാരിച്ചിട്ട് പോയേ. ആണോ? എന്താ പറഞ്ഞത്? അവൻ നമ്മുടെ വഴിക്ക് വന്നടി. നമ്മള് പറയുന്ന പോലെ തന്നെ അഭിനയിക്കാന്നും പറഞ്ഞിരുന്നു. അവൻ പറയുന്നൊക്കെ കേട്ടപ്പോ എനിക്കൊരു വിശ്വാസമൊക്കെ വന്നു തുടങ്ങി. അവനെങ്ങാനും എന്റെ അച്ഛൻ വിശ്വസിക്കുന്ന പോലെ അഭിനയിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, എന്റെ അച്ഛനും അത് വിശ്വസിച്ച അവന്റെ കയ്യിൽ കുറച്ച് പണവും കൊടുത്തിട്ട് എനിക്ക് സമാധാനായിട്ടിരിക്കാം. കണ്ടില്ലേ, നീ വിചാരിച്ചോട്ടെല്ലാം നടക്കാൻ പോലെ. അതേടി, ഓരോ തവണയും കാശിന് വേണ്ടി അച്ഛന്റെ മുമ്പിൽ കൈ നീട്ടി നീട്ടി അദ്ദേഹം ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞു കൊടുത്ത് എനിക്ക് തല പെരുക്കും. അതെ, ഈ സ്വത്ത് എങ്ങാൻ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ, ഞാൻ ലാവിഷായിട്ട് ചെലവാക്കും. സൂപ്പർ ഡി. എന്നാ പിന്നെ നാടകം പെട്ടെന്ന് തന്നെ തുടങ്ങട്ടെ. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ശരി ഡി, ഞാൻ ഫോൺ വെക്കുക. ഓക്കെ, ബൈ ബൈ. ഇതാ സാറേ ടാബ്ലറ്റ്. സാറേ, കുടിക്കാൻ ചായ വല്ലതും കൊണ്ടുവരട്ടെ? നിത്യാമ്മേ, എന്താ ഈ കാണിച്ചേക്കുന്നേ? എന്താ ഈ കാട്ടിയിരിക്കുന്നേ? നിത്യമോളെ, എന്താ ഇത്? അച്ഛാ, ഇവന്റെ പേര് വിജയ് എന്നാ. ഞങ്ങള് 3 വർഷമായിട്ട് ഇഷ്ടത്തിലാണ്. ഇപ്പൊ കല്യാണം കഴിച്ചു. മോളെ, കാണാൻ നിന്നെക്കാളും ചെറുപ്പമാണെന്ന് തോന്നുന്നു മോളെ. അതെ അച്ഛാ, വിജയന് 20 വയസ്സേ ഉള്ളൂ. അയ്യോ, നിത്യാമ്മേ, നിത്യാമ്മേ, നിങ്ങളെക്കാളും 10 വയസ്സിന് ചെറിയ ചെക്കനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. എന്തിനാ ഇങ്ങനെ ചെയ്ത്? ഞാൻ പറഞ്ഞതല്ലേ, ഇഷ്ടത്തിലായിരുന്നു. എന്റെ ഈശ്വരാ. അയ്യോ, അയ്യോ അച്ഛാ, അയ്യോ സാറേ, സാറേ ഞാൻ ഇപ്പൊ തന്നെ ഡോക്ടറെ വിളിക്കട്ടെ? അയ്യോ, അതൊന്നും വേണ്ട മോളെ. എന്തിനാ മോളെ നീ ഇങ്ങനെ ചെയ്തത്? പ്ലീസ് അച്ഛൻ ഒന്ന് മനസ്സിലാക്ക്. അച്ഛൻ എത്ര തവണ എന്നോട് കല്യാണം കഴിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ എന്തുകൊണ്ടാ സമ്മതിക്കാത്തെന്ന് ഇപ്പൊ അച്ഛന് മനസ്സിലായല്ലോ. നീ എന്തൊക്കെയാ മോളെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. വിജയ് എന്നെക്കാളും ചെറിയ പയ്യനായിരിക്കാം, എന്നാൽ എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ് അച്ഛ. ഇവനെന്ന് വെച്ചാൽ എനിക്ക് ജീവനാ. ഇവനും ഞാനല്ലാണ്ട് വേറെ ആരുമില്ല. അതിനു വേണ്ടിട്ട് ഇങ്ങനെയാണ് മോളെ ചെയ്യുന്നത്? അച്ഛാ, ഇതെല്ലാം കാണണമെന്നുള്ള എന്റെ തലയിലെഴുത്ത്. ഇതൊന്നും എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല മോളെ. ഇതെല്ലാം നമ്മുടെ സ്വന്തം ബന്ധം, നമ്മുടെ കമ്പനിയിലുള്ള ആൾക്കാർ എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ മാനം തന്നെ പോകും മോളെ. അപ്പൊ അച്ഛന് എന്റെ സന്തോഷം അല്ലല്ലേ വലുത്? അച്ഛനും ബന്ധുക്കളുടെ സന്തോഷമാണല്ലേ ഏറ്റവും വലുത്. ശരി അച്ഛാ, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ജീവിച്ചോളാം. അയ്യോ, എന്താ നിത്യാമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ശരി മോളെ, നീ തിരഞ്ഞെടുത്ത ജീവിതം ഇങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ? എനിക്ക് മനസ്സിലാവുന്നുണ്ട് അച്ഛാ, പക്ഷെ എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാ എനിക്കിത് മനസ്സിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റാണ്ട്, പുറത്ത് പറയാതിരിക്കാനും പറ്റാണ്ട് വല്ലാത്തൊരു അവസ്ഥയിലാണ് അച്ഛാ. മാഡം അഭിനയിക്കാൻ തുടങ്ങിയല്ലോ, നമ്മളും അഭിനയിക്കാൻ തുടങ്ങിയേക്കാം. അങ്കിൾ, ഞാൻ ചെയ്തത് തെറ്റാണ് അങ്കിൾ. അത് തെറ്റാണെന്ന് എനിക്കെന്നെ അറിയാം അങ്കിൾ. ഞങ്ങൾ രണ്ടുപേരും ആത്മാർത്ഥമായി പ്രണയത്തിലാണ് അങ്കിൾ. അങ്കിളിന് ഇഷ്ടമല്ലെങ്കിൽ ഒറ്റൊരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ ഇവളെ ഇവിടെ തന്നെ വിട്ടേച്ചിട്ട് എന്റെ ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം. അയ്യോ, എന്റെ ഈ അവസ്ഥ മറ്റാർക്കും വരാതിരിക്കട്ടെ. ഇത് ശരിയെന്ന് പറയണോ അതോ വേണ്ടാന്ന് പറയണോ? എനിക്ക് ഒന്നും തന്നെ അറിയുന്നില്ലല്ലോ. പക്ഷേ എന്റെ മോള് സന്തോഷായിട്ടിരിക്കണം, അത് മാത്രമേ എനിക്ക് വേണ്ടൂ. ശരി മോളെ, ഞാൻ വേറെ ആരെ പറ്റിയിട്ട് ഒന്നും ചിന്തിക്കുന്നില്ല. ഇപ്പൊ ഞാൻ പെട്ടെന്ന് മരിച്ചു പോയാ? സാറേ, അങ്ങനെയൊന്നും സംസാരിക്കല്ലേ സാറേ. എന്താ ഈ പറയുന്നത്? എന്നെ എത്ര പേര് വന്ന് കാണുമെന്ന് അറിയില്ലേ മോളെ? വീട്ടേക്ക് മോളെ,
നീ സന്തോഷായിട്ടിരുന്ന എനിക്ക് അത് തന്നെ മതി. അച്ഛ, എനിക്ക് വിജയുടെ കൂടെ ജീവിക്കാനാ അച്ഛാ ഇഷ്ടം. അച്ഛൻ ആരെ കുറിച്ച് ഓർത്തും വിഷമിക്കരുത്. ഒന്നും ആലോചിച്ച് അച്ഛൻ ആരോഗ്യം നശിപ്പിക്കരുത്. അല്ല അച്ഛ, ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുക. ഒരാണിന് അവനെക്കാളും പ്രായത്തിൽ എത്രയോ ചെറിയ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റും, അത് തെറ്റല്ല. പക്ഷെ ഒരു പെണ്ണ് അവളെക്കാളും പ്രായത്തിന് ചെറിയ ഒരാളെ കല്യാണം കഴിച്ച അത് തെറ്റാ? ഇതെവിടുത്തെ ന്യായാണ് അച്ഛ? അയ്യോ, എന്റെ ദൈവമേ, ഇതിൽ കൂടുതൽ എനിക്ക് പറയാൻ എന്താ ഉള്ളത് മോളെ? കനകെ, അവരെ ഉള്ളിൽ കൂട്ടിക്കൊണ്ടുപോവാ. അങ്കിൾ, ഞങ്ങളെ അനുഗ്രഹിക്കും അങ്കിൾ. ഇവന് ഓവറാക്കി ചളാക്കൂ. അച്ഛ, എന്നെ അനുഗ്രഹിക്ക അച്ഛ. ശരി, അകത്തോട്ട് വാ. എന്താ നിത്യമ്മ എങ്ങനെയൊക്കെ ചെയ്തത്? ശരി, രണ്ടാളും വരൂ. ഡാ, നീ എന്തിനാ എന്റെ പെട്ടി കയറി കിടന്ന? ദാ നോക്ക്, നിന്നോട് അഭിനയിക്കാൻ മാത്രം ഞാൻ പറഞ്ഞത്. അല്ല നിത്യ, നമ്മൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവും അല്ലേ? ദാ നോക്ക്, അതൊക്കെ പുറത്ത് മാത്രം. നീ പോയിട്ട് അപ്പുറത്തെ റൂമിൽ കിടന്നോ, പോ. അപ്പുറത്തെ റൂമിലോ? ശരി, ഓക്കെ. ഡാ നിന്നെ, ഏ? നീ അപ്പുറത്തെ മുറിയിൽ പോയി കിടന്നാ ഉറപ്പായി എല്ലാവർക്കും ഡൗട്ട് വരും. നമ്മള് കുടുങ്ങി പോവും. നീ താഴെ കിടക്ക്. മാഡം, ബെഡ്ഷീറ്റ് അവിടെ ഉണ്ട്, ചെന്നെടുത്തോ. ഓക്കെ. മാഡം, തലയണ കിട്ടുമോ? ദാ, താങ്ക്സ് മാഡം. Hmm.